കേരള കോൺഗ്രസ് ബിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പൂജപ്പുര രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, കഴിഞ്ഞ ഓഗസ്റ്റ് 27 തീയതിയാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർനാട് ചെന്നിയാട് സ്വദേശിക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകിയത്. ഇപ്പോൾ വീട് ചോർന്നൊലിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് അദ്ദേഹം അവിടെ കഴിയുന്നത്. എന്താണ് ഇതിനോട് പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട കുട്ട, പിന്നെ എന്താണ് പറയാനെന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ആ ആളിൻ്റെ അവസ്ഥ വല്ലാത്തൊരിതായിരുന്നു. അപ്പം ഞങ്ങളവിടെ ഒരു മീറ്റിങ്ങിനായിട്ട്, മണ്ഡലം മീറ്റിങ്ങിനായിട്ട് ചെന്നപ്പോൾ പുള്ളിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇയാളുടെ ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് പാർട്ടിയിൽ വെച്ച്, അവിടെ യോഗത്തിൽ വെച്ചിട്ട് പുള്ളിയുടെ വീട് കാണാനായിട്ട് പോയി. വീട് കാണാൻ പോയപ്പോൾ തന്നെ നല്ല ഇഴജന്തുക്കളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ വെറും ഒരു ചുവര് മാത്രം ഉണ്ടായിരുന്നു, വെറും ഒരു ചുവര്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നീല ടാർപ്പാളിൻ വിരിച്ച് ആണ് കിടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പിന്നെ മഴ പെയ്ത് നല്ല അതിശക്തമായ മഴയും കാറ്റും ഇടിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചുവര് താഴെ വീഴും, അതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ തൊട്ട് താഴെയാണ് ഇയാൾ കിടക്കുന്നത്. തൊട്ട് അടുത്ത് തന്നെ ബാത്റൂമും, തൊട്ടടുത്ത് തന്നെ എന്തെങ്കിലും വെള്ളമെല്ലാം തിളപ്പിച്ച് കഴിക്കാനുള്ള അടുക്കളയും എല്ലാം. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പം ഞങ്ങളുടെ മനസ്സറിഞ്ഞു. കാരണം ഞങ്ങളുടെ ചെയർമാന് ഇതുപോലുള്ള പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനസ്സുണ്ട്. ഇപ്പോൾ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. മുൻപും മന്ത്രി ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരാതി ഉയരുന്നത്. അത് മന്ത്രിയാണ് ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എല്ലാം നമുക്ക് പറയാനായിട്ടൊക്കില്ല മന്ത്രിയെ. കാരണം അദ്ദേഹം ഒരു മനുഷ്യരെ ഒന്നും 5 പൈസയോ ഒന്നും വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത്. ഈ വിവരങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ വരൊന്നുമല്ല, അത് പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചു. 4 തൂണ് നിർത്തി അതിൻ്റെ മുകളിൽ ഷീറ്റും വിരിച്ച് ചുറ്റും ഇഴജന്തുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഷീറ്റോ അങ്ങനെ ഏതെങ്കിലും ഇട്ട് വളരെ ചുരുങ്ങിയ ലെവലിൽ ഞങ്ങളുടെ പാർട്ടികളിലുള്ള പ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് ഇത്രത്തോളം വലുതായി സംഗതി. എന്തെന്ന് വെച്ചിരുന്നാൽ 5 പൈസ നമുക്ക് വെളിയിൽ നിന്ന് ഒരു പൈസയെ വാങ്ങിച്ച് ഈ ആളുകളെ പറ്റിച്ച് പിരിച്ച് എടുത്തല്ല ഇത്. അപ്പോഴും സൈമൺ നാടർ പറയുന്നത് പലരും സ്പോൺസർ ചെയ്താണ് സാധനങ്ങൾ നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലായാലും കരിങ്കല്ലായാലും പാറപ്പൊടിയായാലും അതൊക്കെ സ്പോൺസർ മുഖേന കിട്ടിയെന്നുള്ളതാണ് സൈമൺ നാടർ നമ്മോട് പറഞ്ഞത്. അതെ, കല്ല് സ്പോൺസർ ചെയ്തതാണ് കാട്ടാക്കടയിലുള്ള വ്യാപാരി വ്യവസായി ആളുകൾ. ബാക്കിയെല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. അയാൾക്ക് എന്തോന്നറിയാം, അയാൾക്ക് കിടക്കുക എന്നുള്ളത്. ഈ വീട് നിർമ്മിക്കാനായിട്ട് എത്രയായി? ബഡ്ജറ്റ് എത്രയായി മൊത്തം? എല്ലാം കൂടെ 2-2.5 വരും. എല്ലാം കൂടെ അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഈ ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ആയത്. ഇതെല്ലാം നമ്മുടെ സ്വന്തം പ്രവർത്തകരും പിന്നെ ഗണേശിയുടെ ചില ആളുകൾ, വേറെ ഒന്നുമല്ല, നമ്മൾ ആരെയും ഇതിനു വേണ്ടി ചോദിച്ചിട്ടില്ല. അവിടെ ഉള്ള മാറനല്ലൂരുള്ള ഒറ്റ ആളുകളുടെ സഹായമോ 5 പൈസ അവരിൽ നിന്ന്. വലിയ വിപുലമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. താക്കോൽദാനമൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വീട് ചോർന്നൊലിക്കുന്നതിന് മുന്നേ തന്നെ ഈ വീട് നിർമ്മാണം 2 വർഷത്തോളം നീണ്ടു പോയിരുന്നു. അപ്പോൾ ഇത് ഷീറ്റ് ഇടുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞു ഈ വീട് ഇച്ചിരി 2 കല്ല് പൊക്കി വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അല്ല, 2 കല്ല് പൊക്കി വെക്കണോ, ഇത് പരിചിതനായിട്ടുള്ള ആള് എങ്ങനെ അയാൾക്ക് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ഒരു വീട് കിടക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഉണ്ടാകുക എന്നുള്ളതേ ഉള്ളൂ. ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് അദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് വേറെ ആരോ ഇങ്ങനെ ഇളക്കി കൊടുത്തുള്ള ഇതാണ്. കാരണം നമ്മുടെ പ്രതിപക്ഷ അങ്ങനെയാണെങ്കിൽ അതൊരു പാവ മനുഷ്യനാണ്. ഇപ്പോൾ വെയിലത്തായാലും കിടന്നുറങ്ങാൻ പറ്റത്തില്ല, മഴയത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളിപ്പോൾ രാവിലെ കണ്ടിട്ടാണ് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ വെള്ളമെല്ലാം അകത്ത് റൂമിലും അടുക്കള ഭാഗത്തൊക്കെ വെള്ളം കയറി അദ്ദേഹം തൂത്ത് പുറത്താക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹം കിടക്കുന്നത് ഇപ്പോൾ ആ പഴയ ചായ്പിലാണ്, പുറത്തുള്ള ചായ്പിലാണ് അദ്ദേഹം കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു നിർമ്മാണ ഘട്ടത്തിൽ സാറിപ്പോൾ അദ്ദേഹത്തെ കൊല്ലൂ എന്നുള്ള പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള മനസ്സേ ഇല്ല. എന്നെ അറിയാമെന്നുള്ളവർക്കറിയാം. 4 തവണ ഇങ്ങനെ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ, അതായത് ഈ വീട് 2 കല്ലൂടെ ഉയർത്തി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പിള്ളേരാണ് ഈ വീട് വെക്കുന്നതെന്ന് പറഞ്ഞു. സാർ ഈ എന്തോ കക്കൂസ് ടാങ്കിൽ എന്തോ ആക്കൂന്ന് പറഞ്ഞ് കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അത് അയാൾക്ക് അവിടെ ഒരുപാട് അയാളുടെ ബന്ധുക്കൾ തന്നെ അയാൾക്കെതിരാണ്. അയാളുടെ തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്ന് പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത ആളുകളാണ്. ഇയാളുടെ സ്വഭാവം കാരണം
ആ സ്വഭാവത്തിന്റെ ആ മഹിമ കൊണ്ടാണ് ആ ഒരു വെള്ളം പോലും കൊടുക്കുന്നത്. ഇങ്ങനെ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരിക്കലും അത് നല്ല ഒരു കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ അങ്ങനെ? പ്രത്യേകിച്ച് ഞാനൊരു പാർട്ടിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനെ പറയൂ? എൻ്റെ മാത്രമല്ല ഈ ഫേസ്, ഞാനൊരു സെലിബ്രിറ്റി കൂടിയാണ്. എൻ്റെ ചെയർമാനെ പോലെ അദ്ദേഹം സെലിബ്രിറ്റിയാണ്. അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു അപഖ്യാതി ഉണ്ടാകാനായിട്ട് ഒന്നും ചെയ്യില്ല. നിലവിലുള്ള പ്രശ്നം ഈ വെള്ളം കയറുന്നതാണ്. അദ്ദേഹം ആരോടും പരാതിപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് പേടി ആണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഈ വരുന്ന ദിവസങ്ങളിൽ ഇതൊന്ന് ഈ വീട് പോയി കണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമോ? എൻ്റെ പൊന്നു സഹോദര, ഇന്ന് നിങ്ങളെ ഈ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് വളരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്കിത് അറിഞ്ഞൂടാ. അത് അതിശക്തമായ മഴയിലാണ് നമ്മളിതെല്ലാം ചെയ്തു കൊടുത്തത്. കാരണം ഈ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആ മാഹാത്മ്യം കൊണ്ട് നമ്മൾ മൺമട്ടി എടുത്താൽ കൂടി അതിശക്തമായ മഴ പെയ്യും. അങ്ങനെയാണ് 2 വർഷം, 2 അല്ല, കുറച്ച് സമയം നീണ്ടത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും നമുക്കിപ്പോൾ ഇതിനൊരു പരിഹാരം സാർ കാണും. അത് തന്നെ ഞാൻ പരിഹാരം, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന നിങ്ങളെ അഭിനന്ദിച്ചത് അതിനുവേണ്ടിയാണ്. നിങ്ങളിങ്ങനെ കാണിച്ചതുകൊണ്ട് ഞങ്ങളെല്ലാം ഇന്നവിടെ പോകും. ഇന്ന് പോയി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. എന്താണ് സംഗതി എന്ന് ഇത് ഉണ്ടാക്കിയ നമ്മുടെ ഒരിതുണ്ട്, പ്രധാനപ്പെട്ട പ്രവർത്തകനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ എല്ലാ ആളുകളെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി അവിടെ നോക്കിയിട്ട് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കും. അതിനൊരു കാരണക്കാരൻ നിങ്ങളാണ്. അയാൾ ഒരു തൊഴിലുറപ്പ് ജീവനക്കാരനാണ്. മറ്റ് ഉപാധികളൊന്നും ഇല്ല, വരുമാന മാർഗങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ അയാൾ പോലും ഇതിൽ സഹകരിച്ചിട്ടില്ല. ഒരു കുട്ട മണ്ണ് കോരിയെടുക്കാനായിട്ട് അയാൾക്ക് തോന്നില്ല. അയാൾ അവിടെ ഇട്ടിട്ട് പോവും. താക്കോല് പോലും ഞങ്ങൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വരെ പൂട്ടിയിട്ടിട്ടാണ് അയാൾ പോണത്. ചുമരിന്റെ വശങ്ങൾ വഴിയാണ്, ഷീറ്റാണല്ലോ. ചുമരിന്റെ വശങ്ങൾ വഴി ശക്തമായ മഴയത്താണ് വെള്ളം അകത്ത് ഇറങ്ങുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം കാണും തീർച്ചയായിട്ടും. ഇന്ന് 10 മണിക്ക് ഞങ്ങൾ കൂടിയിട്ട് എല്ലാവരും കൂടെ അവിടെ പോകും. കാരണം അത് ചൂണ്ടിക്കാണിച്ചെന്ന് നിങ്ങളാണ്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ചെയ്തപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഇതുമില്ലായിരുന്നു. ഭംഗിയായിട്ട് അതിശക്തമായ മഴയും ഇടിയും എല്ലാം ഉള്ള സമയത്താണ് ഇത് ചെയ്തു കൊടുത്തത്. അയാൾ പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥകളാണ് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം നുണയാണ്, കള്ളമാണ്. ആരോ ഇതിൻ്റെ പുറകിൽ നിന്ന് അയാളെ കരുവാക്കിയാണ്. അയാളെ കണ്ട് മനസ്സിലാക്കി സംസാരിച്ചിരുന്നല്ലോ. അയാൾക്ക് വലിയ ഇതൊന്നുമില്ല. അങ്ങനെയുള്ള പാപത്തിനെ കയറി കിടക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിന് ഈ 1 മാസം കിടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. മഴ ചുമ്മാ പറയാണ്. അയാൾ ഇത്രയും കാലം നമ്മളെന്ന് കണ്ടതാണ് അവിടെ വെള്ളം കയറി കിടക്കുന്നു. വെള്ളം കയറി കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ അത് നോക്കാനായിട്ട് അതിന് പരിഹരിക്കാനായിട്ട് നമ്മൾ ഇന്ന് പോകും. അപ്പോഴും നമുക്ക് മനസ്സിലാവും വെള്ളം കോരി ഒഴിച്ചതല്ലോ, ചുമര് വഴി വെള്ളം ഇറങ്ങി. അത് കാണണം, നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിന് ദൃശ്യങ്ങളുണ്ട്, നമ്മൾ കാണിച്ചു തരാം. അല്ല, ഉണ്ട്, അത് നമ്മൾ കണ്ടു. പിന്നെ അതനുസരിച്ച് വെള്ളം കോരി ഒഴിച്ചെന്ന് പറയുന്നത് ശരിയല്ലോ. അല്ല, കോരി ഒഴിച്ചെന്നല്ല ഈ പറയുന്നത്. പുലർച്ചെ കണ്ടിട്ട് വന്നതാണ്. അല്ല, അത് ചിലപ്പം കഴുകാനായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ചെയ്തോ ഇല്ലയെന്ന് എന്താണെന്ന് വീട്ടിൽ സ്വാഭാവികമായി വെള്ളം ഇറങ്ങുന്ന അറിയാലോ. ഷീറ്റിട്ട വീട്ടിൽ കടന്നിട്ടുണ്ടോ? ഷീറ്റിട്ട വീട്ടിൽ ഷീറ്റല്ല, ഓലയിലും പൊട്ടുന്ന ഓട്. അപ്പൊ പിന്നെ വെള്ളം കോരി ഒഴിച്ചെന്നൊരു സാധാ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്. സാറൊരു കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റ് അല്ലേ? അല്ല, കോരി ഒഴിച്ചെന്നല്ല പറഞ്ഞത്. അത് അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ കയറി അങ്ങ് പറഞ്ഞതിന്റെ ഒരു ഇതാണ്. എങ്ങനെയാണ് ആ വെള്ളം അവിടെ വന്നതെന്ന് നോക്കി പരിഹാരം കാണണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരിഹാരം കണ്ടിരിക്കും. അത് അവിടെ ഉള്ള ആളുകളുടെയോ അല്ലെങ്കിൽ അയാളുടെയോ ഒരു ഇത് വെച്ചിട്ടല്ല ഈ ചെയ്യുന്നത്. നമ്മൾ മനുഷ്യത്വപരമായിട്ട് തീർച്ചയായിട്ടും ചെയ്യും. അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും കോൺഗ്രസ് ജില്ലാ കേരള കോൺഗ്രസിന്റെ ആയിട്ടുള്ള ബിയുടെ പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം ഇന്ന് തന്നെ ഈ മാർനല്ലൂർ സ്വദേശിയായിട്ടുള്ള സൈമൺ നാടാരുടെ വീട്ടിൽ പോയി ഈ ചോർച്ചയുടെ ആ വിഷയം നോക്കി പരിഹരിക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.